ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിള, അതിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളുടെ ഗുണങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം, അതുകൊണ്ടായിരിക്കാം നമ്മളത് വളർത്തുന്നത്. എങ്കിലും നമുക്ക് ചില ചെടികൾ വളർത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിലും നമ്മൾ അതിൻ്റെ പ്രധാന ഗുണത്തെ മാത്രം ആശ്രയിച്ച് വളർത്തുന്നവയാണ്. അപ്പോൾ അതിലൊരു ചെടിയാണ് ആറോ റൂട്ട്. അപ്പോൾ ആറോ റൂട്ട് എന്ന് പറഞ്ഞാൽ കൂവ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം വളർത്തുന്നതാണ്. അപ്പോൾ 2-3 ഇനം കൂവയുണ്ട്. അപ്പോൾ ഇത് വെള്ളക്കൂവയാണ്. ഇത് കൂടാതെ മഞ്ഞക്കൂവയും ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നേരത്തെ പുൽത്തകിടിയായിരുന്നു, അത് മാറ്റിയതിന് ശേഷം ഞാൻ തന്നെയാണ് ഇവിടെ കൂവ നട്ടു കൊടുത്തത്. കൂവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. നല്ലൊരു പോഷകാഹാരമാണിത്. അതുപോലെ രോഗികൾക്കെല്ലാം കൊടുക്കുന്ന ഒരു ആഹാരമാണിത്. യൂറിൻ ഇൻഫെക്ഷൻ, വയറിളക്കം, അതുപോലെ ഛർദി കഴിഞ്ഞിട്ട് എന്ത് കഴിച്ചാലും വയറിന് പിടിക്കാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും കഴിക്കാവുന്ന ഒന്നാണ് കൂവപ്പൊടി കാച്ചിയത്. ദഹന പ്രശ്നങ്ങളെല്ലാം മാറും. അതുപോലെ കൊഴുപ്പ് കുറവുള്ള ഒരു ആഹാരമാണിത്. തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് കുറുക്കി കുടിക്കുന്നത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ക്ഷീണവും ദാഹവും വിശപ്പും ഒന്നും അനുഭവപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് ഇടവേളകൾ കുറയ്ക്കാനാകും. അതുപോലെ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് കുറുക്കി കുടിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ആഹാരമാണിത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കാതെ ഇന്ദുപ്പൊക്കെ ചേർത്തിട്ട് കുറുക്കി കുടിക്കാവുന്നതാണ്. അതുപോലെ ഗർഭിണികൾക്ക് ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പാല് ചേർത്ത് ഈ കുറുക്കുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അനീമിയ മാറുന്നതിനുമൊക്കെ സഹായിക്കും. അതുപോലെ ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒന്നാണിത്. അപ്പം ഗോതമ്പൊക്കെ അലർജി ആയിട്ടുള്ളവർക്ക് ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വെരിക്കോസ് വെയിന്, പൈൽസ്, എല്ലുകൾക്ക് തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ്, ഇതൊക്കെ ഉള്ളവർക്ക് കൂവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഇതുകൂടാതെ കൂവ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ കൂവയെല്ലാം ഇവിടെ നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപകാരങ്ങളുള്ളതെന്നും, ഇപ്പോൾ നമുക്ക് കുറുക്കുന്ന കാര്യമെല്ലാം അറിയാം, ആഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നെല്ലാം അറിയാം. പക്ഷേ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മഞ്ഞ കൂവ ഇതാണ്. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുകൂടി കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ വെള്ളക്കൂവയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഉപയോഗിക്കാറുണ്ട്. എങ്കിലും നമ്മൾ പുറമേ നമ്മുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇത്തരം ഉൽപ്പന്നങ്ങളെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനായിട്ട് നമുക്ക് അറിവില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൗഡറുകളായാലും ക്രീമുകളായാലും സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ത്വക്ക് രോഗങ്ങളും അതുപോലെ ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. ഇതിനെല്ലാം ഒഴിവാക്കി നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിതിനെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിവ് വേണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഈ കൂവയുടെ ഒരു പ്രത്യേകത ഓയിലി സ്കിന്നും ഹെയറും ഒക്കെ ഉള്ളവർക്ക് സ്യൂട്ടായിട്ടുള്ള ഒന്നാണ്. ഇതുപയോഗിച്ച് ബേബി പൗഡർ, ക്രീം, ഷാമ്പു ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ പൗഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പകാലത്തൊക്കെ എൻ്റെ അമ്മൂമ്മയാണ് എന്നെ ഇത് പരിചയപ്പെടുത്തിയത്, ഈ കൂവപ്പൊടി ഉണ്ടാക്കി ഇതിൽ നിന്നും ബേബി പൗഡർ ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ക്രീം ഉണ്ടാക്കുന്നതിനും ഡൈകൾ ഉണ്ടാക്കുന്നതിനുമെല്ലാം തിക്കനിങ്ങിനായിട്ടൊരു ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് കൂവപ്പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ളവർ ഗൂഗിൾ ചെയ്ത് ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു സാധനത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു വിഷവസ്തു ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആഹാരം പോലെ തന്നെ നമുക്ക് യാതൊരുവിധ അലർജിയും ഒന്നും ഉണ്ടാക്കത്തില്ല. പുറമെ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. അതുപോലെ ഫേസിന് നല്ല സ്മൂത്താവും, കളറ് കിട്ടും. അതുപോലെ എക്സസ് ആയിട്ടുള്ള ഓയിൽ അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രധാന ഏജൻറ്റാണ് ഈ കൂവപ്പൊടി. നമ്മുടെ മുഖത്തൊക്കെ എണ്ണമയം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഇത് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നത്. ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ആ സീസണിലായിരിക്കും കൂടുതലായിട്ടും കൂവപ്പൊടി കിട്ടുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു കുറച്ച് കിഴങ്ങുകൾ ഞാനത് ചതച്ചെടുത്ത് വെച്ചിരുന്നു, വെള്ളത്തിൽ കലക്കി. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ തെളി വരുന്നത് ഊറ്റി കളയുമ്പോൾ ഇതിൻ്റെ ആ പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കും. ഇതാണ് അതിൻ്റെ നീറ്. അപ്പോൾ ഇതാണ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കൂവപ്പൊടിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൂവപ്പൊടി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി ഇത് തന്നെയാണ്. ഇതൊന്ന് കഴുകി വീണ്ടും ഇതിൻ്റെ തെളി കളഞ്ഞിട്ടാണ് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ നമുക്ക് തെളി മാറ്റി ഇതിനെ നല്ല ശുദ്ധീകരിച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഈ നീറുണ്ടാക്കി എടുക്കുന്നത്. നീറിന് നല്ല വിലയുള്ളൊരു വസ്തുവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 1200 രൂപ മുതൽ കിട്ടുന്ന ഒന്നാണ്. 1 കിലോ കൂവപ്പൊടിക്ക് വിലയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മളിതിൻ്റെ കൃഷിയൊക്കെ ചെയ്ത് ഇത് ആരോഗ്യത്തിന് ഉതകുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൃഷി ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക.
ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടിയാണ്. അപ്പോൾ കൂവപ്പൊടിയുടെ ഒരു പ്രത്യേകത, ഒരു വർഷമൊക്കെ പഴകിയതിന് ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോഴായിരിക്കും അത് കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ കൂവപ്പൊടിയിൽ നിന്നുണ്ടാക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. അതൊരു മോയ്സ്ചറായിട്ടും ഒരു ജെല്ലായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറ്റാർ വാഴ കൂടി വേണം. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ 4-5 ഇലകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് ജെല്ലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇത് കുറച്ച് നേരം ഒന്ന് ചാരി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും മഞ്ഞ കറയുണ്ട്, അത് അലർജി ഉണ്ടാക്കുന്നതാണ്. അത് മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഇത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ ജെല്ല് ശേഖരിക്കണം. അപ്പോൾ ഇതിൻ്റെ ജെല്ല് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ സൈഡിലുള്ള മുള്ളുകൾ നമുക്ക് ഒന്ന് ചുരണ്ടി കളയാമെന്ന് നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ, ഒരു കത്തി കൊണ്ട് നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതിനുള്ളിലുള്ള ജെല്ല് ശേഖരിക്കാനാവും. ഇതിൻ്റെ ജെല്ല് ശേഖരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. രണ്ടാക്കിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നീക്കി എടുക്കാവുന്നതാണ്. ഇതല്ലാതെ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും ഉള്ള ആ ഒരു മുള്ളുകൾ മാറ്റിയതിന് ശേഷവും ചെത്തി കളഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു കട്ടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ കട്ടിയായിട്ട് ജെല്ല് മാത്രമാക്കിയും എടുക്കാവുന്നതാണ്. ഇതുപോലെ ഇതിൽ നിന്ന് ജെല്ല് മൊത്തം ഇളക്കിയെടുത്തു. ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 2-3 വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇതിലുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. വീണ്ടും ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വെള്ളം കൂടി ഒഴിച്ച് കഴുകണം. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്കിത് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ 3 പ്രാവശ്യം കഴുകി ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞു, അഴുക്കെല്ലാം പോയി. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അലോവേറ ജെൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ വെള്ളം പോലെ ഇരിക്കും. ഇത് നമുക്ക് അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൽ ചിലപ്പോൾ ഈ ഒരു പൊടിയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് അരിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അതിലോട്ട് തന്നെ ഞാനിത് അരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അലോവേറയുടെ ആ ഒരു ജെല്ല് നല്ലൊരു ലിക്വിഡാക്കി എടുത്തു. ഇനി ഇതിലേക്കാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു കൂവപ്പൊടി വേണ്ടുന്നത്. അപ്പോൾ കൂവപ്പൊടിയിലെ സ്റ്റാർച്ചിനെ നമ്മൾ വേർതിരിച്ചെടുത്തത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടയൊക്കെ മാറ്റി ഒരു നല്ലൊരു സ്പൂണാണ് നമുക്ക് കൂവപ്പൊടി വേണ്ടത്. ഇതിൻ്റെ കട്ട മാറ്റിയതിന് ശേഷം ഇതിൻ്റെ പൊടി നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു ലിക്വിഡിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ചെറിയ തീയിലിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നല്ല ഒരു സ്പൂണാണ് നമ്മൾ കൂവപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് ചെറുതായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. നമ്മളെപ്പോഴും അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാനുള്ള ഇട വരരുത്. എങ്കിലേ ഒരേ രീതിയിൽ നമുക്കിത് കുറുകി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം തന്നെ ഇത് ചെറുതായിട്ട് കുറുകി തുടങ്ങും. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ കുറുകി ഒരു ക്രീം പോലെ ആയി കഴിഞ്ഞു. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫേസ് ക്രീം പോലെ തന്നെയാണിത്. അപ്പോൾ ഇത് തീ കുറച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് നിർത്തിയതിന് ശേഷം നന്നായിട്ട് ആറി തണുത്തതിന് ശേഷം കുറച്ച് സംഗതികൾ കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാകും നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതിൽ ഒന്നുകിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ, ബദാം ഓയിൽ, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും അലർജി ഇല്ലാത്ത ഓയിൽ ഏതാണോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറുതായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഈ തേനായാലും എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് തേൻ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി ഇത് എല്ലാ ഭാഗത്തും ഇത് പിടിപ്പിക്കണം. അതിന് ശേഷമാണ് ഞാനിത് പാക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് എപ്പോഴും നല്ല അടപ്പുള്ള ഒരു പാത്രത്തിൽ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇത് നമുക്ക് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെയും ഉപയോഗിക്കാം. കേടൊന്നും ആവത്തില്ല. അപ്പോൾ ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്ന് വരും. അപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ ഇത് ഇട്ടുകൊണ്ട് കിടക്കാം. പകലൊക്കെ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അലോവേറ എടുത്ത് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് കണക്ക് യാതൊരു പ്രശ്നവും ഇതിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം സ്കിൻ വൈറ്റനിങ് കിട്ടും. അപ്പം നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് സോഫ്റ്റായിട്ട് നിൽക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഇതുണ്ട്. ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം, ഒരു ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ കൈകളിലുള്ള മുരിച്ചിലൊക്കെ മാറുന്നതിനായിട്ട് ഉപയോഗിക്കാം, സൺ ടാൻ ഉണ്ടാവാതിരിക്കാനായിട്ട് സൺസ്ക്രീനായിട്ട് ഉപയോഗിക്കാം, ഒരു മോയ്സ്ചറൈസർ പുരട്ടുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം.
ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ക്രീം കൊണ്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഈ 2 വസ്തുക്കൾ നാച്ചുറലാണ്, ഓർഗാനിക്കായിട്ട് ഇത്തരത്തിലൊരു ക്രീം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി വെക്കുക. കുഞ്ഞുങ്ങളുടെ പുറത്ത് തേച്ച് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. കുളിക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ്. യാതൊരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കി വെക്കാം. ഇനി ഇത് കൂടാതെ ഈ കൂവപ്പൊടി കൊണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു ഷാമ്പുവും ഒരു ബേബി പൗഡറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരാം. ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അത് നമുക്ക് കണ്ടു തീർക്കാനുള്ളൊരു പ്രയാസം കാണും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ശ്രമിക്കണം. വളരെയധികം ഉപകാരപ്പെടുന്നതാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.